എത്രങ്ങാനും പ്രവാസികളാണ് ആലോചിക്കി. ഇപ്പോൾ ചെറിയ എക്സാമ്പിൾ പറയാം, ചപ്പാത്തി കമ്പനി, ടർഫ്, സൂപ്പർ മാർക്കറ്റ്. കഴിഞ്ഞ 5 വർഷം 10 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തുടങ്ങിയ സാധനങ്ങളായിരുന്നു, ഏറ്റവും കൂടുതൽ പൂട്ടിയ സാധനമാണ്. അതിന്റെ കാരണം എന്താ? എന്തിനാണ് നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ലോങ് സ്ഥലത്ത് നമ്മളൊരു ലക്ഷ്യം കണ്ടെത്തി, ഒരു പർപ്പസ് കണ്ടെത്തി അതിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. നമുക്ക് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റാത്തടത്തോളം നല്ല അവിടെ ജീവിക്കാൻ കഴിയില്ല. 95% സ്റ്റാർട്ടപ്പുകളും പരാജയമാണ് കേരളത്തിൽ. പരാജയമാണ് 95%. 100 ആൾ തുടങ്ങിയാൽ 95 ആളും പരാജയപ്പെടും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ. നമസ്കാരം. നമ്മുടെ കൂടെ ഇന്നുള്ളത് കാൻബ്രിഡ്ജ് അക്കാഡമിയുടെ ഫൗണ്ടറും സിഇഒയുമായ നാസർ ഖാനാണ്. നാസർ ഖാനെ നമുക്ക് ഇന്ന് ഇവിടെ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് വന്ന് നാസർ ഖാൻ്റെ ഓഫീസിൽ വെച്ച് സംസാരിക്കാം. ഈ പല ആളുകൾക്കുമുള്ള സംശയമാണ്, നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ എന്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എവിടെയാണ് നമ്മളുടെ പോരായ്മകൾ, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് നാസർ ഖാനെ ഒന്ന് കണ്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യണമെന്നും അത് റെക്കോർഡ് ചെയ്യണമെന്നും വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ന് നാസർ ഖാനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം, അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ കാൻബ്രിഡ്ജ് അക്കാഡമി എന്താണ് ഇത്തരം ആളുകൾക്ക് നൽകുന്ന സൊല്യൂഷൻസ്, എന്താണ് അത്തരം ആളുകൾക്ക് നൽകുന്ന സാധ്യതകൾ എന്നെല്ലാം നമുക്ക് നാസർ ഖാനോട് ചോദിച്ച് നമ്മളെ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം തന്നെ കിടക്കാം. എന്താണ് കാൻബ്രിഡ്ജ് അക്കാഡമി? കാൻബ്രിഡ്ജ് അക്കാഡമിയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് ഫ്രം ദ റിയാലിറ്റി ടു ഡെസ്റ്റിനേഷൻ എന്നാണ്. ബ്രിഡ്ജിങ് ഫ്രം ദ റിയാലിറ്റി ടു ഡെസ്റ്റിനേഷൻ. കഴിവും കപ്പാസിറ്റിയും നിങ്ങൾ സ്വന്തമായിട്ടെടുത്ത തീരുമാനം, ശിക്കാരി ശംഭുമാരി അല്ലാതെ വന്നടിഞ്ഞ തീരുമാനം കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഇവിടെ എത്തി. ഇതാണല്ലോ നിങ്ങളെ റിയാലിറ്റി, ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അപ്പുറത്തൊരു നഗ്ന സത്യമുണ്ട്, ഇത് നിങ്ങളെ മാക്സിമം ആണ്. ഓക്കെ, ഇവിടെ എത്തി, ഇതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് എത്തേണ്ടത് കുറച്ചും കൂടി അപ്പുറത്താണ്. നമ്മളതിന്റെ ഡെസ്റ്റിനേഷൻ പോകുന്നതൊക്കെ പറയും, നമുക്ക് എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലം. അപ്പൊ നിങ്ങളുടെ റിയാലിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് എത്താനുള്ള ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളൊരു പാലം കിട്ടുകയാണ്. റോഡ് വെട്ടാതെ പാലം കെട്ടാൻ 3 കാരണമാണ് നമ്മൾ പറയുന്നത്. റോഡ് കൂടെ പോകുമ്പോൾ ഈ നായ്ക്കളൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് നമുക്ക് തിരിച്ചു പറക്കാനും കല്ലെടുത്തരാനും സമയമല്ല. രണ്ടാമത്തെ, റോഡ് കൂടെ പോകുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞും വളഞ്ഞു പോകുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം, ഒരുപാട് സമയമെടുക്കും. മൂന്നാമത്തെ, റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ദൂരം എന്ന് കാണാൻ കഴിയില്ല, അവിടെ എത്തുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. ഈ 3 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാലം കെട്ടുന്നു. ഈ പാലത്തിന്റെ മുകളിൽ കയറി നിങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ കൈപിടിച്ച് സഹായിക്കുക എന്നുള്ളതാണ് കാൻബ്രിഡ്ജ് അക്കാഡമി. നിങ്ങൾക്ക് ഈ പാലത്തുമ്മ കയറാൻ കഴിയും, അതാണ് ഐ ക്യാൻ യു ക്യാൻ. കാൻബ്രിഡ്ജ് പാലത്തുമ്മ കയറാൻ കഴിയും. കാൻബ്രിഡ്ജ് അക്കാഡമി, അതായത് ഫ്രം ദ റിയാലിറ്റി ടു ഡെസ്റ്റിനേഷൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു റിയാലിറ്റി ഉണ്ടാവും, ആ റിയാലിറ്റിന്റെ ഒരു യാഥാർത്ഥ്യം ഉണ്ടാവും. ഈ റിയാലിറ്റിന്റെ യാഥാർത്ഥ്യം നമ്മൾ 8 സ്കെയിൽ വെച്ച് വരച്ചു നോക്കണമല്ലോ, അപ്പോഴാണത് ശരിക്കും റിയാലിറ്റി ആണോ. പിന്നെ വരച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഡെസ്റ്റിനേഷനിലൊക്കെ പോകുമ്പോൾ ഈ ഉള്ള റിയാലിറ്റി ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യാനൊന്നും ചെയ്യാൻ കഴിയില്ല, പിന്നെ തിരിച്ചു പോകാനാണെങ്കിൽ അതിലേറെ പണിയാണ്. അപ്പോൾ ആദ്യം റിയാലിറ്റി നമ്മൾ 8 സ്കെയിൽ വെച്ച് വരച്ച് നോക്കിയിട്ട് അതിൽ എന്തൊക്കെ സന്നാഹങ്ങളും സാമഗ്രികളും ടൂൾസാണ് നിങ്ങൾക്ക് വേണ്ടത്, അതും കൂടി തന്നുകൊണ്ടാണ് നമ്മൾ കാൻബ്രിഡ്ജ് അക്കാഡമിയിലൂടെ നിങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ സ്കെയിൽ വെച്ച് വരച്ചു നോക്കുന്ന പരിപാടിയാണ് നമ്മൾ സ്മാർട്ട് സിഇഒ എന്ന് പറയുന്ന ചേഞ്ച് ഓൺടർപ്രണേഴ്സ് ഓർഗനൈസേഷനിൽ. ഇനി നമുക്ക് വ്യവസ്ഥാപിതമായിട്ട് ബിസിനസ്സിന് വളരാൻ കഴിയുള്ളൂ. ഓർഗാനിക്കായിട്ട് വളരുന്ന കാലം കഴിഞ്ഞു, പ്രത്യേകിച്ച് കോവിഡ് വന്നതോടുകൂടി. ഇനി അങ്ങനെ ഒരു പരമ്പരാഗതമായ രീതിയിൽ ജൈവികമായിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. ഇതൊരു റിയാലിറ്റിയാണ്, നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി. അപ്പോൾ അതിന് 8 സ്കെയിൽ വെച്ച് വരച്ചു നോക്കി നമ്മൾ അതിന്റെ ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞ ശേഷം നമ്മൾ കാൻബ്രിഡ്ജ് അക്കാഡമി എന്നുള്ള രൂപത്തിൽ നമ്മളുടെ റിയാലിറ്റി ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് കാൻബ്രിഡ്ജ് അക്കാഡമി. ഇങ്ങനെ ആളുകൾക്ക് പിന്നെ സൊല്യൂഷൻ കൊടുക്കുക. കാരണം 100 കണക്കിന് ആളുകൾ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 1000 ആൾക്കാർ ആവശ്യമുള്ള ആൾക്കാരുണ്ട് സൊല്യൂഷൻ പ്രൊഫഷണൽസ് സീക്കേഴ്സ്. ഇതിന്റെ ഇടയിൽ ഒരു ഇക്കോ സിസ്റ്റം ഇല്ല, ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. 6 മാസം കഴിഞ്ഞ ശേഷം നമുക്ക് മനസ്സിലാക്കാം ഇയാൾ ഈ പരിപാടിക്ക് പറ്റൂലായിരുന്നു, അപ്പോൾ നമ്മൾ പൈസ സമയം എഫർട്ടൊക്കെ പോയിട്ടുണ്ടോ. അപ്പോൾ ഒരു ഇക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യാണ് നമ്മൾ. അതായത് 100 കണക്കിന് സൊല്യൂഷൻ പ്രൊവൈഡേഴ്സായ ആളുകൾ വരും, 1000 കണക്കിന് സൊല്യൂഷൻ ആവശ്യമുള്ള ആൾക്കാരെ ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് എന്താണോ ഇവരുടെ പ്രശ്നം, ബിസിനസ് അല്ലാതെ ആവാം, ആ പ്രശ്നത്തിന് ഏറ്റവും ആധികാരികമായിട്ട് അത് പറയാൻ എല്ലാവിധ അർഹതയുമുള്ള ക്വാളിറ്റിയുമുള്ള ആളുകളിൽ നിന്ന് തന്നെ സൊല്യൂഷൻ വ്യത്യസ്ത മേഖലയിലുള്ള
ഇപ്പൊ തൽക്കാലം നമ്മൾ 8 സബ്ജക്റ്റാണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. 8 സബ്ജക്റ്റിലുള്ള എക്സ്പേർട്ടുകളും എക്സ്പീരിയൻസുള്ള ആളുകളും ഒക്കെ വന്നുകൊണ്ട് നമുക്കതിന് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കാംബ്രിഡ്ജ് അക്കാഡമി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മളെ പ്രോഗ്രാമുകൾ? ഇത്തരം പ്രോഗ്രാമുകൾ ഇപ്പൊ റെസിഡൻഷ്യൽ പ്രോഗ്രാംസുകൾ തുടങ്ങി ഇപ്പോ എത്ര പ്രോഗ്രാമുകളാണ് നമുക്കിപ്പോ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളിപ്പോ 2 ബാച്ച് കഴിഞ്ഞത് നമ്മൾ സ്മാർട്ട് സിഇഒ എന്ന് പറയുന്ന പ്രീമിയം പ്രാക്ടിക്കൽ റെസിഡൻഷ്യൽ മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയും. അതായത് നമ്മൾ എക്സിക്യൂട്ടീവ് MBA എന്നൊക്കെ പറയാം, പ്രാക്ടിക്കൽ എക്സിക്യൂട്ടീവ് MBA എന്നൊക്കെ പറയുന്ന പോലെ ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഒരു റിസോർട്ടുകളിൽ MBA കോളേജുകളിൽ താമസിച്ചുകൊണ്ട് 8 രാത്രിയും 16 പകലും, അതായത് 15 ദിവസം ഇടപെടുമ്പോൾ 2 ദിവസം വെച്ചിട്ട് 4 മാസം, ഇങ്ങനത്തെ 2 ബാച്ചാണ്. സീസൺ 1 സീസൺ 2 ആണ് ഇപ്പൊ അവസാനിച്ചത്. 25-50 പാർട്ടിസിപ്പൻസ് വന്നു. ഏകദേശം 75ഓളം എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരും ഗസ്റ്റുകളും ഫാക്കൽറ്റീസും വന്നു. സക്സസ്ഫുൾ, എനിക്ക് ഗംഭീരമാണ്. ഇതിന്റെ കുറെ എക്സ്പേർട്ടുകളും വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയ നടക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഇപ്പൊ കഴിഞ്ഞ. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ നമ്മളിത് ഇത് കുറച്ച് പ്രീമിയം ആണ്, കുറച്ചും കൂടെ ഒക്കെ വലിയ പേയ്മെന്റ്. ഇതിന്റെ എല്ലാവർക്കും ആണല്ലോ ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുക. അപ്പൊ അതിന്റെ ചെറിയ 48 മണിക്കൂർ അടക്കം 2 ദിവസമുള്ള പ്രോഗ്രാമുകൾ നമ്മളിപ്പോ കണ്ണൂർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. കണ്ണൂരിലും കൊച്ചിയിലും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിലേക്ക് വന്നിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എത്രയാണോ കൊടുത്ത പൈസ നമ്മൾ തിരിച്ചു തരും. ഞങ്ങൾ ഇതിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തിനാണ് നിങ്ങൾ വരുന്നതെന്നുള്ള ക്ലാരിറ്റി വരുത്തി, നമ്മൾ പർപ്പസ് ഡിഗിങ് എന്നൊക്കെ പറഞ്ഞ പോലെ ക്ലാരിറ്റി വരുത്തിയിട്ട് ഇന്ന കാര്യത്തിനാണ് വരുന്നത് ബോധ്യപ്പെട്ടിട്ട് ആ സാധനം അയാൾക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വാശിയാണ്. ഞാനല്ലല്ലോ കൊടുക്കുന്നത്, കൊടുക്കാൻ പറ്റാവുന്ന ആളുകളെ എത്തിക്കുക എന്നുള്ളതും പിന്നെ ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് വൃത്തിയാക്കി സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ പണി. അപ്പൊ അതിന് ദ ബെസ്റ്റ് ആരെയാണോ വേണ്ടത് അയാളെ കൊണ്ടുവരികയും ഇയാളുടെ പ്രശ്നം എന്താണ്, നമ്മുടെ ഓണ്ടർപ്രണറും കൂടി ആയതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലെ 100-300-ലധികം ബിസിനസ് സെമിനാറുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു 10-20 രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ഒരു 10,000-2,000 ഓണ്ടർപ്രണറായിട്ട് 1-to-1 ബന്ധം ഉണ്ടായതുകൊണ്ട് ഇവരെ പ്രശ്നം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇതൊരു ഓണ്ടർപ്രണർ പെർസ്പെക്റ്റീവിലാണ് ഈ സാധനം തന്നെ ഉള്ളത്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ കോഴ്സുകളും അക്കാഡമിക് പെർസ്പെക്റ്റീവിലാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം കൊടുക്കുന്നതാണ്. ഇവിടെ നമ്മളൊരു 10-75 ബ്രെയിനിൽ നിന്നാണ് ഈ സാധനം അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. യെസ്, ഇപ്പോ നാസർക്ക പറഞ്ഞു നമ്മൾ അവിടെ അങ്ങനെ പ്രോഗ്രാമിൽ ഒരു ബൊഫെ സിസ്റ്റം പോലെയെന്ന് പറഞ്ഞു. അതായത് വ്യത്യസ്തമായ മേഖലയിൽ നിന്ന് വരുന്ന ഈ 25ഓളം പാർട്ടിസിപ്പൻസിന് വരുമ്പോൾ ഈ പർപ്പസ് ഡിഗിങ്ങിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ അതൊന്ന് വിശദീകരിക്കുക. ഈ പർപ്പസ് ഡിഗിങ്ങിന്റെ ഒരു മെത്തഡോളജി പ്രോസസ്സ് അല്ലെങ്കിൽ ആ ബൊഫെ സിസ്റ്റം എങ്ങനെയാണ് ആയിരിക്കും അവിടെ വന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ്? രണ്ടാണ്. പർപ്പസ് ഡിഗിങ് ആണ് ആദ്യം പറയാം. പർപ്പസ് ഡിഗിങ് എന്ന് പറഞ്ഞാല് എല്ലാ മനുഷ്യന്മാർക്കും ഒരു പർപ്പസ് ഉണ്ട്, എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ 95% ആളുകൾക്കും ഈ പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം ശരിക്കർത്ഥം കിട്ടണേ അറബിയിൽ പറയണം, നിയ്യത്ത് എന്ന് പറഞ്ഞ സാധനം ഇതറിയില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾക്കിടയിലൂടെ നമ്മളെ മനസ്സിലാക്കി വെച്ച കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മുതിർന്നു കഴിഞ്ഞ് നമ്മളൊരു പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സൊസൈറ്റിക്ക് കൊടുക്കാനുള്ളതാണ്. കേട്ടോ, സൊസൈറ്റി കൊടുക്കുക നമുക്ക് കിട്ടാനുള്ള പാഷനാണ്, അങ്ങോട്ട് കൊടുക്കാനുള്ളതാണ് പർപ്പസ്. അന്ന് ഈ കാര്യം നമ്മൾ ഇങ്ങനെയൊന്നുമല്ല ഇങ്ങനെ ആളുകളോട് പെരുമാറേണ്ടത്, ഇങ്ങനെയൊന്നുമല്ല പൈസ ഉണ്ടെങ്കിൽ ചിലവാക്കേണ്ടത്, ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ, ഇങ്ങനെ കുറേ സാധനം നമ്മളിവിടെ ഇങ്ങനെ ഹൃദയത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും, സഖ്യ വെച്ചിട്ടുണ്ടാവും. ഇത് കൊടുക്കാനാണ് സത്യത്തിൽ നമ്മളോട് ജീവിക്കുന്നത്. പക്ഷെ ഇതെന്താന്ന് നമുക്കറിയില്ല. ഇതിനെ കുറച്ച് അവിടെയും ഇവിടെയും പൊട്ടുമ്പോഴൊക്കെ കിട്ടും. അതാണ് നമുക്ക് ചില സ്ഥലത്ത് കുറച്ച് നേരം നിൽക്കും, ചില സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് പോരും. ചില ആളുകളായിട്ട് നമ്മൾ സംസാരിക്കാൻ ഇഷ്ടമാണ്, ചില ആളുകളോട് യാത്ര ഇഷ്ടമാണ്. ഇതൊക്കെ ഈ പർപ്പസും അതിന്റെ വാല്യൂസിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. അതിലൊരു ക്ലാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഞാൻ നേരത്തെ കൂടെ ചോദിച്ച പോലെ നിങ്ങൾ ചില ആൾക്കാരൊന്നും എന്തുകൊണ്ട് ഒരുമിച്ച് യാത്ര ചിലവിടുന്ന് ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറയാം നമുക്ക് വൈബൊക്കാത്തന്നൊക്കെ പറയും. സത്യത്തിൽ അതൊന്നുമല്ല, നിങ്ങളുടെ വാല്യൂസിനെ വാല്യൂ ആയിട്ട് കാണുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്താണ്? ഇത് പർപ്പസ് ഡിഗിങ് എടുക്കുമ്പോഴാണ് വാല്യൂസ് കിട്ടുക. എന്തിനാണ് നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ ഒരു ലോങ് സ്ഥലത്ത് നമ്മളൊരു ലക്ഷ്യം കണ്ടെത്തി, അല്ലെങ്കിൽ പർപ്പസ് കണ്ടെത്തി അതിലേക്കുള്ള യാത്രയിലാണ് നമ്മള്. നമുക്ക് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റാത്തടത്തോളം നല്ല അവിടെ ജീവിക്കാൻ കഴിയില്ല. കല്യാണത്തിന്റെ തലേ ദിവസമാണ് രസം, പെരുന്നാളിന്റെ തലേ ദിവസമാണ് രസം, ടൂറ് പോകുന്ന യാത്രയാണ് രസം ഡെസ്റ്റിനേഷനേക്കാൾ, അല്ലേ? ഈ പർപ്പസ് ഉണ്ടാകുമ്പോഴാണ് ലൈഫിന്റെ ജേണി എൻജോയ് ചെയ്യാൻ പറ്റുക. ലൈഫിന്റെ ജേണി എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ ഒരിക്കലും ഡെസ്റ്റിനേഷനിൽ എത്തൂല. കാരണം അവിടെ നമുക്ക് അപ്പുറത്ത് കൊണ്ടുവരൂലേ. അപ്പൊ നമ്മൾ ഒരിക്കലും കിട്ടാത്തൊരു ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് ആസ്വദിക്കാം അല്ലെങ്കിൽ എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ച് യാത്ര ചെയ്താൽ ഏത് മനുഷ്യനാണ് സന്തോഷം കിട്ടുക? നമ്മൾ ഈ ജേണി എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ജേണി എൻജോയ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം അപ്പൊ ഈ ജേണി എൻജോയ് ചെയ്യണമെങ്കിൽ എങ്ങോട്ടാണ് യാത്ര എന്ന് അറിയാതെ എങ്ങനെയാണ് ജേണി എൻജോയ് ചെയ്യാൻ? എന്തിനു വേണ്ടിയിട്ടാണ്? മാത്രമല്ല എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങോട്ടാണ്, ഇപ്പൊ എത്ര പോകുന്നു, ഇനി എത്ര ദൂരം പോകേണ്ടി. അതെ, ഇതൊക്കെ ഈ പർപ്പസിൽ എന്ത് ചെയ്യണം?
ഈ പർപ്പസ് ഡിഗിങ്ങിൽ ഞാൻ ആരാണ്, അതെ ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, എന്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എങ്ങനത്തെ ടൈപ്പ് ആളാണ്, കാര്യങ്ങൾ ചെയ്താലായിരിക്കും കൂടുതൽ മികച്ചത് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് സമയം നോക്കാതെ, വിശപ്പറിയാതെ, ക്ഷീണം അറിയാതെ, പൈസ നോക്കാതെ സന്തോഷത്തോട് കൂടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇതാണ് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതിന് നമുക്ക് അതിൻ്റെതായ ഒരു ബെനിഫിറ്റോ സാമ്പത്തികമോ കിട്ടുന്ന രൂപത്തിലേക്ക് ഡിസൈൻ ചെയ്യാം, അത്രേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ ഹാപ്പി ആവുള്ളൂ, അല്ലാത്തൊക്കെ ചെയ്ത് നിങ്ങൾ ക്ഷീണിക്കും. തീർച്ചയായിട്ടും ഇതാണ് പർപ്പസ് എന്ന് പറയുന്ന സാധനം. ഇതൊരു ഗംഭീര സാധനമാണ്. ഞാനിത് വലിയൊരു എമൗണ്ട് കൊടുത്തു പോയി പഠിച്ചതാണ്. ഓക്കെ, അതാണ് പർപ്പസ്. ഇനി അതിന് ഇന്റർനാഷണലി പറയാൻ ചോദിച്ചോളൂ. ലോകത്തെ ഏറ്റവും വലിയ ബിഗ് 4 എന്ന് പറയുന്ന ബിസിനസ് കൺസൾട്ടൻസി കമ്പനിയിൽപ്പെട്ട ഒന്നാണ് ഡിലോയിറ്റ്, KPMG, EY എന്ന് പറയുന്ന ഏണസ്റ്റ് ആൻഡ് യങ്, മെക്കൻസി. ഓക്കെ, ഈ 4 ബിഗ് 4. ഈ മെക്കൻസി എന്ന് പറയുന്ന ഇന്റർനാഷണൽ കൺസൾട്ടൻസി കമ്പനി ഒരു ക്ലയന്റിനെ എടുക്കുന്നതിന് മുമ്പ് ആ കമ്പനിയുടെ പർപ്പസ് ഡിഗ് ചെയ്തതിനെ വെച്ചെടുക്കുള്ളൂ. ഇത് അത്ര വലിയ കമ്പനി, ആ കമ്പനിയുടെ പർപ്പസ് ഡിഗ് ചെയ്തിട്ടാണ് അവർ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുള്ളൂ. ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇത് നമ്മളെ മനസ്സിലായ സാധനം, ഇതൊരു ഇന്റർനാഷണലി സാധനമാണ്, നമുക്കിപ്പോ മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണല്ലോ അത്തരം കമ്പനികളൊക്കെ ലോകോത്തര ബ്രാൻഡുകളായിട്ട് മാറുന്നത്, അത്രയും സയന്റിഫിക്കലായിട്ട് അതിനെ അപ്രോച്ച് ചെയ്തു. പലപ്പോഴും നമ്മളെ ആളുകൾ ഇത്തരം കാര്യങ്ങളിലൊന്നും അവെയർ അല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി ചെയ്യുക, അവർ ചെയ്യുന്ന അതേ കാര്യം ചെയ്യുക, സ്വന്തം താല്പര്യങ്ങൾ നോക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇതിന്റെ ശാസ്ത്രീയമായ മറ്റു വശങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല, മാറിയ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം. വീണ്ടും വീണ്ടും ഈ ആളുകൾ ഇതിലേക്ക് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അവിടെ ഞാൻ പറഞ്ഞു. അപ്പൊ ഒന്ന് ഞാൻ പർപ്പസ് ഡിഗിങ്. ഇനി രണ്ടാമത്തെ കേസ് ചിലപ്പോൾ നമ്മൾ സ്മാർട്ട് സിയോയിൽ ചെയ്യുന്ന ചോദ്യം, നമ്മൾ 8 രാത്രിയും 16 പകലുമായിട്ട് നമ്മളൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ബൊഫേ വിളമ്പുക എന്ന് പറയാം. ഒരു 50 ബ്രെയിനിലൂടെ നമ്മൾ കടന്നു പോകും. കാരണം ഒരേ കച്ചവടം ചെയ്യുന്ന 4 ആൾക്ക് 4 പ്രശ്നമായിരിക്കും. ഒരാൾക്ക് മാർക്കറ്റിംഗ് ആണ് പ്രശ്നം, ഒരാൾക്ക് ഫിനാൻസ് ആയിക്കാരം, ഒരാൾക്ക് HR ആയിക്കാരം, ഒരാൾക്ക് അതിനുള്ള ഓപ്പറേഷൻ ആയിക്കാരം പ്രശ്നം. എങ്ങനെ നമുക്ക് റെഡിമെയ്ഡ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും? അപ്പൊ ഈ 50 തലച്ചോറിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്യാം. പിന്നെ ഒരു 6 മാസം, ഒരു കൊല്ലം നമ്മൾ ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്യും. ഈ കോഴ്സ് കഴിഞ്ഞാൽ നമ്മളൊരു ഹാൻഡ് ഹോൾഡ് ചെയ്യും. നമ്മളൊരു മെന്റർഷിപ്പ് ക്ലബ് ഉണ്ട്, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ ഫിസിക്കലി മീറ്റ് ചെയ്യും, എല്ലാ മാസത്തിൽ 15 ദിവസം കൂടുമ്പോൾ ഓൺലൈനിൽ മീറ്റ് ചെയ്യും. ഇവർക്ക് ഒന്നും സംശയങ്ങൾ, കാരണം ഇവരെ നമ്മൾ നർച്ചർ ചെയ്യാന്ന് പറയും. ഇവരെ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യുക. അതാണ് ക്യാൻ ബ്രിഡ്ജ്. നമ്മൾ കൈ പിടിച്ച് കൊണ്ടുപോകണം, അല്ലാതെ ഒരു ട്രെയിനിങ് മോട്ടിവേഷൻ കിട്ടിയോണ്ടോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസി വന്നോണ്ടോ. പ്രാക്ടിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു എക്കോസിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ പോലെ തന്നെ അതെ, ഓരോരുത്തർ ആൾറെഡി എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഓരോ മേഖലയിൽ ആൾറെഡി സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത ആൾക്കാരായിരിക്കും. അതെ, ഇപ്പൊ നമ്മൾ ഫൈൻഡ് ചെയ്ത സൊല്യൂഷൻ മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന പോലെ അയാൾ ഫൈൻഡ് ചെയ്ത സൊല്യൂഷൻ നമുക്ക് ഷെയർ ചെയ്തിട്ട് ഒരു എക്കോസിസ്റ്റം ജനറേറ്റ് ചെയ്യും. അതെ, ഇനി നമുക്കിത് പഠിച്ച് വീണ് പോകാൻ സമയമല്ല. അതെ, തീർച്ചയായിട്ടും. കാരണം അങ്ങനെയാണല്ലോ. പർപ്പസ് ഡിഗിങ്ങിൽ തന്നെ അത് വളരെ ക്ലാരിറ്റി, നമ്മളെ വഴി വളരെ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല, നിങ്ങളെ പൈസ തിരിച്ചു എന്ന് പറയാൻ കാരണം. കാരണം നമ്മൾ പറഞ്ഞ പോലെ ഒരു ജേർണി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റിയാലിറ്റി ടു ഡെസ്റ്റിനേഷൻ. ഇപ്പൊ നിൽക്കുന്ന യാഥാർത്ഥ്യം എന്തോ ആയിക്കോട്ടെ, അയാൾ ഇപ്പൊ നിൽക്കുന്ന റിയാലിറ്റി ഉണ്ടാവുമല്ലോ. അതേപോലെ നാസർക്ക് പറഞ്ഞ ഒരു സെന്റൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി, ഡ്രീം ടു റിയാലിറ്റി ആൻഡ് റിയാലിറ്റി ടു ഡ്രീം. അത് ഒന്ന് അതിന്റെ ഒരു അതെന്താ വെച്ചാല് ഈ ആൾക്കാര് നമ്മളെ നാട്ടില് സ്റ്റാർട്ടപ്പ് ഇപ്പൊ എപ്പോഴും പ്രവാസികളൊക്കെ വരുമ്പോഴാണ് സാധനം, പ്രവാസികൾ തുടങ്ങി നാട്ടിൽ വരുന്ന സാധനം സ്റ്റാർട്ടപ്പാണ്. അത് ഇവിടുത്തെ കോളേജ് കുട്ടികൾ ചെയ്യുന്നത് സ്റ്റാർട്ടപ്പാണ്. ഓൾക്ക് പിന്നെ എത്ര വലിയ ബാധ്യതയും പ്രശ്നങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഓലിഞ്ഞ് പരാജയപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. 95% സ്റ്റാർട്ടപ്പുകളും പരാജയമാണ് കേരളത്തില്. പരാജയമാണ് 95%. 100 ആൾ തുടങ്ങിയാൽ 95 ആളും പരാജയപ്പെടും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയാണ്, ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ സാധനം ഡ്രീം നിന്ന് റിയാലിറ്റിയിലേക്കുള്ള യാത്രയാണ്. അവൻ്റെ മനസ്സിൽ കുറേ സ്വപ്നങ്ങളുണ്ട്. നമ്മൾ പ്രവാസികൾക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങൾ വെച്ചിട്ട് പരിപാടി തുടങ്ങിയ യാഥാർത്ഥ്യത്തിലേക്കാണ് യാത്രയാണ്. ഈ സ്വപ്നം കണ്ടതുപോലെ ഒന്നും ആവില്ല യാഥാർത്ഥ്യം ആണല്ലോ. ഡേ 1 ആദ്യത്തെ ദിവസം ഒന്ന് പൊട്ടും, രണ്ടാമത്തെ ദിവസം അടുത്ത് പൊട്ടും, മൂന്നാമത്തെ ദിവസം അടുത്ത് പൊട്ടും, ഇങ്ങനെ റിയാലിറ്റിയിലേക്ക് യാത്ര ചെയ്യണല്ലോ. അപ്പോൾ ഒരു വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഐഡിയ എപ്പോഴും നമ്മൾ പറയണ്ട, ഐഡിയ നമ്മൾ വിചാരിച്ചു ഞാൻ ഭയങ്കര ഐഡിയ, നമ്മൾ വിചാരിച്ചു ഭയങ്കര ഐഡിയ, നമ്മൾ ഭയങ്കര ഐഡിയ ഉള്ള ആൾക്കാരും തെറ്റിദ്ധരിച്ച ആൾക്കാരാണ് നമ്മൾ. ഐഡിയനെ എല്ലാ ഐഡിയയും ബിസിനസ് ഐഡിയ അല്ല. ഉദാഹരണം പറഞ്ഞു, 10 മിനിറ്റ് കൊണ്ട് ചുടുന്ന പുട്ട് 5 മിനിറ്റ് കൊണ്ട് ചുടുക എന്നുള്ളത് ഐഡിയ ആണ്, പക്ഷെ അതൊരു ബിസിനസ് ഐഡിയ അല്ലല്ലോ. അപ്പൊ ഐഡിയ ബിസിനസ് ഐഡിയ ആണോ നോക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ 5 പാരാമീറ്റർ ഉണ്ട്, അത് നോക്കട്ടെ.
അങ്ങനെ ഈ ഡ്രീമിൽ നിന്ന് റിയാലിറ്റിയിലേക്കുള്ള യാത്രയാണ് ഇപ്പൊ ഈ പ്രവാസികൾ വന്നാലും ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് ഒക്കെ ഇതിൽ 95% ഫെയിലേ ആവുള്ളൂ. കാരണം ആ ഒരു ഡ്രീമിൽ നിന്ന് റിയാലിറ്റിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ആ ഡ്രീമിന്റെ സാധനം കിട്ടൂലല്ലോ റിയാലിറ്റിക്ക് പോകുമ്പോൾ. തീർച്ചയായിട്ടും പല കാരണങ്ങൾ, കാരണം ഇവർ പഠിച്ചിട്ടില്ല, കോമ്പറ്റേറ്റർ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവർ തുടങ്ങുമ്പോൾ അതിലേറെ വില കുറച്ച് മറ്റോ കൊടുക്കും, അല്ലെങ്കിൽ ഇതേ സാധനം ഇവന്റെ മാനേജറോ അവന്റെ നല്ല സ്റ്റാഫിന് 6 മാസം കഴിഞ്ഞ് വേറെ തുടങ്ങും. പ്രശ്നങ്ങളുടെ കൂമ്പാരാണ് അവിടെ. ജയിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ 5% ഉള്ളൂ. ഓക്കെ, ഇനി ഓൺടർപ്രണർ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ ഓൺ ഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഈ പറഞ്ഞ അടിയൊക്കെ കിട്ടിയ ആൾക്കാരാണ്. പ്രശ്നം അവർ റിയാലിറ്റിന്ന് ഡ്രീമിക്കാണ് യാത്ര ചെയ്യുന്നത്. അവർക്ക് ഇതൊക്കെ മനസ്സിലായി, ശരി നിങ്ങൾക്കര പ്രശ്നമൊക്കെ ചെയ്യാൻ നിൽക്കുകയാണ്, ഇനി ഈ പ്രശ്നം തീരാൻ എന്താണ് മാർഗം, ഞാൻ എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ കൂട്ടണം. ഇവിടെയാണ് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത്. കാരണം അവർക്ക് എന്താ വെച്ചാൽ അവരിപ്പോൾ എന്തായാലും പ്രശ്നത്തിലാണ്, അവരെ നമുക്ക് പെട്ടെന്ന് സഹായിക്കാൻ കഴിയും, അവരെ നമുക്ക് ഹാൻഡ് ഹോൾഡ് ചെയ്യാം. മറ്റേ 2 പ്രശ്നമാണ്, ഒന്ന് ഒരു ഡ്രീമിലാണ്, 2 ഒരു ഡ്രീമിൽ ആയതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര സംഭവം തെറ്റിദ്ധരിച്ചിറക്കുക, ഓല ഐഡിയയും ആശയമൊക്കെ ഭയങ്കര തെറ്റിദ്ധരിച്ച് നടക്കണം. അവരുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു അടി കിട്ടിയോണ്ട് ഇതൊന്നും നടക്കൂല എന്നും എന്തൊക്കെ നടക്കുന്നില്ല പ്രാക്ടിക്കലി ബോധ്യപ്പെട്ട ആളാണ്. ഓനെ നമുക്ക് സഹായിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓൻ എല്ലാത്തിനും പരുവപ്പെട്ടിട്ടുണ്ട്. റിയാലിറ്റിയിലാണ് ഓൻ പരുവപ്പെട്ട് അറിയില്ല, നമ്മള് പരിപക്വപ്പെട്ടിട്ടുണ്ടോ. ഒരു നമ്മള് വെള്ളത്തിലൊക്കെ പൊയിലൊക്കെ ഒലിച്ചു കാണുന്ന ചെറിയൊരു പിടുത്തം കൊടുത്താൽ മതിയല്ലോ, ഓൻ എങ്ങനെ തപ്പി പിടിച്ച് കയറില്ല. മറ്റങ്ങനെ അക്കർക്ക് നീന്തുന്ന അങ്ങനെ മസിൽ പിടിച്ച് കാണുമല്ലോ, മറ്റോ ആ വ്യത്യാസം ഉണ്ടല്ലോ. ഇതാണ് ഡ്രീം ടു റിയാലിറ്റി. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ തുടങ്ങിയിട്ട് കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരൊക്കെ അതിൽ പറയാല്ലേ. കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരിൽ 25% ആൾക്കാരേ ഉള്ളൂ ഇത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കണം കേട്ടോ. അങ്ങനെ പറയാം, അത് എല്ലാ ഓൺടർപ്രണേഴ്സും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കണമെന്നല്ല. പ്രശ്നമുള്ള 100 ആളുണ്ടെങ്കിൽ 25% ആൾക്കാർക്കുള്ളൂ ഇതൊന്നും രക്ഷപ്പെടണം, ഇതിന് എന്തെങ്കിലും കുറച്ചുകൂടി എഫേർട്ട് ഉണ്ട്. കാരണം ഇന്നലെ ചെയ്ത സാധനം തന്നെ ഇന്നും ചെയ്താൽ ഇന്നലെ കിട്ടിയ റിസൾട്ടിന് എന്തും കിട്ടുള്ളൂ. അതിന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട. പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്താലാണ് റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ, പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മാറണം എന്നും ചേഞ്ച് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവർക്ക് നമുക്ക് ഞാൻ എപ്പോഴും പറയാം, നമ്മള് ബിസിനസ്സിൽ ഒന്നുകിലും അയാൾക്ക് പ്രശ്നം വേണം, അല്ലെങ്കിൽ സ്വപ്നം വേണം. പ്രശ്നമല്ലേ അല്ലെ ചലഞ്ചസ് ഉള്ളതും സ്വപ്നമുള്ള ആൾക്കാരെ നമ്മൾ എടുക്കുള്ളൂ. അല്ലാത്തപോലെ നമ്മൾ ഇതിനെ ബുദ്ധിമുട്ടിക്കുന്നു. ഓൽക്കും പ്രശ്നം, നാട്ടുകാർക്കും പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ. ഓല് കുറെ എന്താ പറയാ, ഓലല്ല ബാക്കിയുള്ളൊക്കെ പ്രശ്നമായിരിക്കും. നാട്ടുകാർ പ്രശ്നമാണ്, മുഖ്യമന്ത്രി പ്രശ്നമാണ്, പ്രധാനമന്ത്രി പ്രശ്നമാണ്, ഓൺലൈൻ പ്രശ്നമാണ്, മാർക്കറ്റ് പ്രശ്നമാണ്, റോഡ് പ്രശ്നം, ഓർക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ കാണുന്ന ആൾക്കാർ. ഓലെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പ്രശ്നം കാണാനായിട്ട് ജീവിക്കുക, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഓല അങ്ങനെ പോട്ടെ, എക്സ്ക്യൂസ് കണ്ടെത്താനായിട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അതേസമയം ഇത് മാറണം, ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കല്ലേ തോന്നുന്നുണ്ട് അതൊക്കെ ഒരു പർപ്പസ് ഡിഗിങ്ങിൽ വന്ന പ്രശ്നമാണെന്നാ തോന്നുന്നു. ആ ഒരു മടുപ്പ് വന്നിട്ട് അതിന് ഒരു കുറച്ച് എക്സ്ക്യൂസ് പറഞ്ഞ് അതിന് സ്റ്റേജിലാണ് അങ്ങനെ 2-3 നേരം. ഒന്ന്, ആരോ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഒരു പണിയും കിട്ടാത്തവന് പറഞ്ഞാണ് ഈ ബിസിനസ് എന്നുള്ളത്. ഡോക്ടർ ആണെങ്കിൽ നമ്മൾ MBBS എടുക്കണം, വക്കീലാണെങ്കിൽ LLB എടുക്കണം, മാഷാണെങ്കിൽ BEd എടുക്കണം. ബിസിനസ്സുകാരനാകാൻ വേണ്ടി ഇപ്പൊ എന്താ പഠിച്ചത്? ഒന്നും പഠിക്കാത്തവർക്ക് പറഞ്ഞ സാധനമല്ലല്ലോ ബിസിനസ്. അതുപോലെ ബിസിനസ് ആണെങ്കിൽ ഒരുപാട് സമയം ഫ്രീ ആയിരിക്കും, നമ്മളൊന്നും നോക്കണ്ട, അതിൽ പറയാ കമ്പനിയിൽ പോയിട്ട് രാവിലെ എടുക്കണം, എഫേർട്ട് എടുക്കണ്ട എന്നൊക്കെയാണ് പല. ഇതൊക്കെ തെറ്റായ ധാരണയാണ്. ഈ ബിസിനസ്സുകാരന് ഒറ്റ കേസുള്ള കാൽക്കുലേറ്റഡ് റിസ്ക് ആണ്. ഓന് റിസ്ക് എടുക്കാൻ തയ്യാറാവുകയും, ഞാൻ എപ്പോഴും ആ എന്റർപ്രണർ ജേണി, ആ യാത്ര എൻജോയ് ചെയ്യാനും കൂടി പറ്റാത്തവന് പറഞ്ഞ പണിയല്ലത്. ഓന് പ്രശ്നങ്ങൾ എൻജോയ് ചെയ്യാൻ എന്ന് പറ്റുന്നോ അന്ന് ഓന് ഓൺടർപ്രണർഷിപ്പ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും പറഞ്ഞതല്ല ഓൺടർപ്രണർഷിപ്പ്. അല്ലാത്തോല് ഇതേപോലെ വേറെ ആരെങ്കിലും അണ്ടറിൽ സമയം വെച്ച് ജീവിക്കുക. ഞാൻ ഇവിടെ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തു. നമുക്ക് ഇപ്പൊ ഒരാള് ആൾറെഡി ഈ പറഞ്ഞ സ്റ്റേജിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമാണോ? ഇപ്പോ നമുക്ക് ആൾറെഡി ഇപ്പൊ പറഞ്ഞ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തികളുണ്ടാവും. അവരെ വാല്യൂസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചില ആൾക്കാർ കൂടുതൽ ബിസിനസിനെ കുറിച്ച് പർപ്പസ് ഉണ്ടാവില്ല, അതൊരു വാല്യൂസിന്റെ ഒരു പ്രശ്നമാണല്ലോ. 2, അവർക്ക് സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പറഞ്ഞ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ലീഡർഷിപ്പ് സ്കില്ല് തുടങ്ങി പല ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബിസിനസ്സിൽ വരുമ്പോൾ ഉണ്ടാവുമല്ലോ. ടീം മേക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ വാല്യൂസ് ഉള്ളത്, അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂലേ? അല്ലേ, അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഒന്ന് ഇതൊക്കെ ഇവന് ആവശ്യമുണ്ടോ അല്ലേ എന്നുള്ളതാണ്. ഇതൊക്കെ ഇവന് ആവശ്യമുണ്ടോ അല്ലേ എന്നുള്ളതാണ്. ഇത് ആവേശത്തിന് മുകളിൽ തുടങ്ങാൻ പറ്റിയ സാധനമല്ല ബിസിനസ്. ഒന്നാമത്തെ കാര്യം. കാരണം ബിസിനസ് എന്ന് പറഞ്ഞ സാധനം ഒരുപാട് പൈസ ഉണ്ടാവും, ഒരുപാട് ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞ സാധനം ഒന്നുകിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം, മാർക്കറ്റിലെ സൊസൈറ്റിയിലെ പ്രോബ്ലം സോൾവ് ചെയ്യണം.
അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും ഇപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലൈഫിനെ ഈസി ആക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കണം, അല്ലെങ്കിൽ ഓലെ കൗതുകം ജനിപ്പിക്കണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്പേസ് വേണം ഇവന് ഈ സാധനം ചെയ്യണത്, പ്രൊഡക്റ്റ് ആട്ടോ സർവീസ് ആട്ടെ. അങ്ങനെ വേറെ ആളുകളുടെ പ്രശ്നം തീർക്കുകയോ അല്ലെങ്കിൽ ഓല ജീവിത ലൈഫ് സ്റ്റൈലിനെ ഈസി ആക്കുകയോ അല്ലെങ്കിൽ അവർക്ക് കൗതുകം ജനിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കണ്ടെത്തലുകൾ നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് അവനോട് സ്പേസ് തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒന്ന് സർവീസിലേക്ക് പോകണം, എന്തെങ്കിലും സ്പെഷ്യൽ സർവീസിനോ എക്സ്പെർട്ടാണ്. ഈ രണ്ട് കാര്യങ്ങളില്ലാത്തവൻ എങ്ങനെയാണ് ബിസിനസ് ചെയ്യാൻ? ബിസിനസ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓനങ്ങനെ ഒരു മാർക്കറ്റ് ഗ്യാപ്പ് എന്നൊക്കെ പറയും, സ്പേസ് കണ്ടെത്തണം, ഇവിടെ എങ്ങനെ ഒരു സാധനം തിരക്കടില്ല എന്ന് ഓന് മാത്രം തോന്നിയാൽ പോരാ, അത് റിയലി അവിടെ ആ സ്പേസ് ഉണ്ടായിരിക്കണം. രണ്ട്, ആ സ്പേസ് തുടങ്ങുന്നവന് ഓന എന്തൊക്കെ ക്വാളിറ്റി അവിടെ വേണോ അതൊക്കെ ഉണ്ടായിരിക്കണം. നല്ല ആദ്യം നമ്മൾ പറഞ്ഞ നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് അത് ഓരോന്നും പറഞ്ഞ നമ്മൾ ചിന്തിച്ച കാര്യം അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അതെ എത്രത്തോളം അതില് നമുക്ക് റിയാലിറ്റി കൊണ്ടുവരാൻ പറ്റും. ഇല്ലെങ്കിൽ തുടങ്ങണ്ട, ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൂടെ എക്സ്പെർട്ടൈസ് ഉണ്ടാവുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ വിഷയം കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അപ്പം മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ തുടങ്ങിയിട്ട് എത്രങ്ങാനും പ്രവാസികളാണ് ആലോചിക്കി. ഇപ്പൊ ചെറിയ എക്സാമ്പിൾ പറയാം, ചപ്പാത്തി കമ്പനി, ടർഫ് സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് 5 വർഷമായി ബേക്കറി കഴിഞ്ഞ 5 വർഷം 10 വർഷമായിട്ട് നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തുടങ്ങിയ സാധനങ്ങളായിരുന്നു, ഏറ്റവും കൂടുതൽ പൂട്ടിയ സാധനമാണ്. അതിന്റെ കാരണം എന്താ? അതിന്റെ ഒന്നാമത്തെ കാരണം എൻട്രി ബാരിയർ ഇല്ല എന്നുള്ളതാണ്. ആർക്കും കയറി തുടങ്ങാം, ആർക്കും അപ്പുറത്ത് കച്ചവടം ഇപ്പുറത്ത് 2 റൂം തുടങ്ങുകയാണല്ലോ ട്രെൻഡ്. അതുകൊണ്ട് 2 വീട്ടും കച്ചവടം ഉണ്ടാവില്ല. അവസാനം 2 വീട്ടും പൂട്ടി. എത്ര കൊല്ലാണോ പ്രവാസി ജീവിതം നടത്തിയത്, ആ പൈസ കുറെ കുറഞ്ഞ് പിന്നെയും കടാക്കി വീട് വരെ പണം വെച്ചിട്ട് പിന്നെയും തിരിച്ചു പോകണം. പാവങ്ങളാണ്, നമുക്ക് സങ്കടമാണ് കാണും. ഇത് ആരോടെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചൂടെ, അല്ലെങ്കിൽ ഇത് നടക്കൂല എന്നൊക്കെ. അപ്പൊ ചോദിക്കുമ്പോൾ വേറെ ആൾ തുടങ്ങുമെന്നില്ല പേടിയാണ്. ഇതിന്റെ ഐഡിയ പോയി പറഞ്ഞ മാതിരി മൂപ്പർ ഐഡിയ ആണല്ലോ തെറ്റിദ്ധരിച്ചിട്ട്. അപ്പൊ ഒന്ന് എൻട്രി ബാരിയർ, ആർക്കും കയറി വരാം. അപ്പൊ നമ്മള് ഇപ്പം അങ്ങനെ ചോദ്യത്തിന്റെ എത്ര പ്രവാസികളൊക്കെ തുടങ്ങണം. എന്തായാലും നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്, നമ്മുടെ സ്കില്ല് എന്താണ്. ബിസിനസ് ഒന്നും തുടങ്ങുന്നില്ല, സർവീസ് ആവാം. സർവീസിനെ ഒരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് ബിസിനസ് ആക്കാലോ. കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. സർവീസിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ബിസിനസ് ആക്കാൻ പറ്റിയ സ്ഥലമാണ് കേരളം. പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന പ്രവാസികൾക്ക് ഇതിനെ കുറിച്ചുള്ള അപ്ഡേഷൻസുകളൊന്നും കിട്ടുന്നില്ല. കാരണം അവരെപ്പോഴും അവർ കംഫർട്ട് സോണിൽ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ അവരെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. അവരുടെ ബിലീഫ് സിസ്റ്റംസ്, അവരുടെ തോട്ട് പ്രോസസ് എല്ലാം വളരെ ഒരു കൺജസ്റ്റഡ് ഒരു ബോക്സിനകത്ത് വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത്. അത്തരം മൈൻഡ് സെറ്റ് ആയിട്ട് നമ്മൾ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലും പലപ്പോഴും പല ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ബിലീഫ് സിസ്റ്റോ അല്ലെങ്കിൽ അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി എത്രയാന്നുള്ള ആദ്യം അവരൊന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത്തെ, അത് ഇവിടെ മാർക്കറ്റിൽ ബിസിനസ് തുടങ്ങുന്ന ഒരാൾക്ക് വേണ്ട കപ്പാസിറ്റി ആയിട്ട് ഒന്ന് തുലനം ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ബോധ്യപ്പെടാന്നറിയില്ല നമ്മള്, അത് സ്വയം ബോധ്യപ്പെടാം. എവിടെ സ്വയം ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഇത് എനിക്ക് പറഞ്ഞ പണിയാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഈ സാധനം ഇനിയിപ്പോ പഠിക്കണേ ചെറിയ പൈസ ചെലവാക്കിയാൽ ആ പൈസയിലേ പോകുള്ളൂ. വലിയ പൈസ കൊണ്ടേ കളയണ്ടല്ലോ. മറ്റേ പൈസയും പോയി മാനം പോവല്ലേ. എത്ര ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ടാണ് പൈസ കൊണ്ടത് മാനം പോവല്ലേ. ഓരോ നാട്ടില് അല്ലെങ്കിൽ ആൾക്കാരെ ആദ്യം പറഞ്ഞ പോലെ ഇതൊന്ന് എങ്ങനെ വൈൻഡപ്പ് ചെയ്താൽ അവസ്ഥയ്ക്കാണ്. വേറെ പ്രശ്നം, പീടിക പൂട്ടാൻ കഴിയൂല, സ്ഥാപനങ്ങൾ പൂട്ടാൻ കഴിയില്ല. കാരണം നമ്മൾ പൂട്ടിയിട്ട് ചാവിയായിട്ട് വീട്ടിൽ പോയ ആൾക്കാർ വീട്ടിൽ കയറി തരില്ലേ, ഉരുകി തീരാനേ കഴിയുള്ളൂ. മര്യാദയ്ക്ക് എങ്ങനെ പൂട്ടാനും പോലും കഴിയില്ല, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ പോലും കഴിയില്ല. അതിന് പോലും ശരിക്കും അതിനൊക്കെ നല്ല എക്സ്പെർട്ടൈസ് ഉണ്ട്. അത് എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേറെ കൊടുക്കാൻ പറ്റുമോ, അതിനൊക്കെ ഒരുപാട് പരിഹാരങ്ങളുണ്ട്. നമ്മുടെ കാംബ്രിഡ്ജ് അക്കാഡമിയിൽ അതിന്റെ ഒരു മലയോളം ആളുകളുണ്ട്. അവർക്കനുസരിച്ച് അതിനൊന്നും ഒരുമാത്രം പൈസയൊന്നും വേണ്ട. ചിലപ്പോൾ നമ്മളതില് മെന്റർഷിപ്പ് ഫ്രീ ആണ്. നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റിൽ ജോയിൻ ചെയ്താക്ക് 1 കൊല്ലം ഇതിൽ മെന്റർഷിപ്പ് ഫ്രീ ആണ്. ഫോണിൽ കൂടെ വിളിച്ചേക്കണൊക്കെ ഫ്രീ ആണ്. അവർക്ക് അവരുടെ സ്ഥാപനത്തിൽ വന്ന് 2-3 ആൾക്കാരെ വിട്ട് ചെയ്തു കൊടുക്കണമെങ്കിൽ അതിന്റെ എക്സ്പെൻസ് കൊടുത്താൽ മതി. ചോദിക്കാനും പറയാനും ഡിസ്കസ് ചെയ്യാനും അഡ്വൈസ് വാങ്ങാനൊക്കെ ഫ്രീ ആണ്. നമ്മൾ കാംബ്രിഡ്ജ് അക്കാഡമി നമ്മൾ ആദ്യം കൊണ്ടുവന്ന സാധനമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ഓൺട്രപ്രണർ ആണ് ഇവിടെ കൊടുക്കുന്ന കൈകളിൽ, ബാക്കിയുള്ളതൊക്കെ വാങ്ങുന്ന കൈയാണ്. ഒരു ഓൺട്രപ്രണർക്കാണ് 10 കുടുംബത്തെ ജീവിപ്പിക്കാൻ കഴിയുള്ളൂ, അല്ലെ? ജില്ലാ കളക്ടർക്ക് പോലും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇയാൾക്കൊരു പ്രശ്നം വന്നാൽ ഇയാൾ ഇവിടെ പറയാം, കുടുംബത്ത് പറയാൻ പറ്റും, സുഹൃത്തുക്കളോട് പറയാൻ പറ്റും, സ്വന്തം ഭാര്യയോട് പോലും പറയാൻ പറ്റും. ഞാൻ അഥവാ പറഞ്ഞാൽ ഞാൻ എല്ലാ റെപ്യൂട്ടേഷനും പോകുന്നത് മാത്രമല്ല, ഒരു 10,000 രൂപ വായ്പ ഇല്ലാതെയോ. അതായത് പ്രോബ്ലത്തേക്ക് ഒരു പ്രോബ്ലം കൂടി വരും.
എന്നിട്ട് ഈ പാവ മനുഷ്യൻ ഇത് ഇവിടെ ഇങ്ങനെ വെച്ച് അവസാനം അറ്റാക്കായിട്ടോ വേറെ എന്തെങ്കിലും ഫിസിക്കൽ അസുഖമായിട്ടോ എന്നിട്ട് നാട്ടുകാരെ മുമ്പിൽ ഞാൻ ഉഷാറാന്ന് തെളിയിക്കാൻ വേണ്ടി കടവും കള്ളിയും ലോണും വട്ടിയും ഒക്കെ വാങ്ങി വണ്ടിയൊക്കെ വാടകയൊക്കെ എടുത്ത് ആ ജീവിതം ആലോചിക്ക്. ഭൂമിയിലും അല്ല എയറിലും അല്ലാതെ ജീവിച്ച് മരിച്ചു പോണ എത്ര ഓണ്ടർപ്രണേഴ്സാണ്. ശരിക്കും കുരിശ് ചുമന്ന് ജീവിക്കാൻ അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ, അവർക്കൊരു പരിഹാരം കൊടുക്കാൻ, പൈസക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. അതാണ് കാംബ്രിഡ്ജ് അക്കാഡമിന്റെ പർപ്പസ്. അതായത് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക, ചലഞ്ചസും ഉള്ള ആളുകൾക്ക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇത് ഒരു ഗ്രേറ്റ് ജോബാണ് ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ. ഈ ലോകത്തും പരലോകത്തേക്കുള്ള ഒരു ഇബാദത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ പൈസന്റെ അപ്പുറത്ത്. ഓക്കെ, അതാണ് എന്റെ പർപ്പസ് അതാണ്. നമ്മളെ ഇപ്പൊ ഈ മാർക്കറ്റിൽ നമ്മൾ നോക്കിയാൽ കാണുന്നുണ്ട് 1000, 2000 ഒക്കെ ടേൺ ഓവർ ഒക്കെ അല്ലേ, കോടികൾ ടേൺ ഓവറിലെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഷോപ്പിന്റെ അപ്പുറത്ത് കച്ചവടം ചെയ്യുന്നവരുണ്ട്. നമ്മളെ ഷോപ്പ് മാത്രം, പക്ഷെ നമ്മളെ തിങ്കിങ്ങും അവരെ തിങ്കിങ്ങും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുന്നതാണല്ലോ അതിന് മനസ്സിലാക്കുന്നത്. അവർ ഇംപ്ലിമെന്റ് ചെയ്ത പ്രോസസ്സും നമ്മള് കരുതി വെച്ചിരിക്കുന്ന പ്രോസസ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടാണ് ആ റിസൾട്ടിൽ പോലും അത് കാണുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ സാധാരണ പറയില്ല, ഇപ്പൊ നമ്മള് ഏത് സെഗ്മെന്റ് എടുത്തു, ഇപ്പൊ നിങ്ങൾ ചെയ്യണെന്താ, പിന്നെ കൺസ്ട്രക്ഷൻ മേഖല, അല്ലെങ്കിൽ ഇന്റീരിയർ മേഖല, അല്ലെങ്കിൽ ഡ്രസ് മേഖല, കോസ്മെറ്റിക്, ഏത് മേഖല എടുത്തോളി കഴിഞ്ഞ 10 വർഷമായിട്ട് 10 ഇരട്ടി, 20 ഇരട്ടി, 50 ഇരട്ടി, 100 ഇരട്ടിയൊക്കെ വളർച്ചയാണ്. 95% ഇൻഡസ്ട്രി സെഗ്മെന്റുകൾ ഗ്രോത്ത് ആണ്. നമുക്ക് ഇവിടെ കണക്കുണ്ടല്ലോ. നമുക്ക് കച്ചവടമില്ലെന്നുള്ളൂ. ദാറ്റ് മീൻസ് ബിസിനസ് അല്ല പ്രശ്നം, ബിസിനസ് മോഡലാണ് പ്രശ്നം. ഈ ബിസിനസ് മോഡൽ എന്ന് പറയുന്ന വാക്ക് പോലും ആൾക്കാർക്ക് അറിയില്ല. ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് നമ്മളെ ബിസിനസിനെ ഹെൽത്ത് ഒക്കെ എന്ന് പറയും, മനസ്സിലാണ്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് ഈ ബിസിനസ് മോഡൽ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വാങ്ങുന്ന ആൾക്കാരുടെ വാങ്ങുന്ന രീതികളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ കസ്റ്റമർ ബിഹേവിയർ പാറ്റേൺ എന്നൊക്കെ ഇംഗ്ലീഷ് പറയുന്നത്. അവർക്ക് 100 കണക്കിന് ഓപ്ഷൻ ഉണ്ട് ഈ സാധനം കിട്ടാൻ. നമ്മളല്ലാതെ നമുക്ക് മാത്രമുള്ളൂ നമ്മൾ സ്ഥാപനത്തിൽ കച്ചവടം നടക്കണമെന്നില്ല വാശി. അപ്പൊ അവർക്കുള്ള ഓപ്ഷൻ അവര് തിരയുന്നിടത്ത്, അവര് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നമ്മളുണ്ടോ ഇല്ലേ എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ നോട്ടം. തീർച്ചയായിട്ടും അവിടെ നമ്മളുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അവർക്ക്. അപ്പോ ഈ സമ്പ്രദായങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ കസ്റ്റമർ പാറ്റേൺ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, ചെറിയ എക്സാമ്പിൾ എടുക്കാം. നമ്മളിപ്പോ ഒരു ഇത്രയധികം ഓണ്ടർപ്രണേഴ്സ് ഉള്ള ആൾക്കാർ ഒരു ഫോൺ മൊബൈൽ മാറ്റുന്നു, കാറ് മാറ്റുന്നു, വീട്ടിലെ ഇന്റീരിയർ മാറ്റുന്നു, കുട്ടികൾ ഡ്രസ്സ് എടുക്കുന്നു. അവരിൽ എന്താ ഇൻവെസ്റ്റ് ചെയ്ത്? ഈ കാലഘട്ടത്തിനനുസരിച്ച് മറിച്ച് പഠിക്കാനോ ചേഞ്ച് ചെയ്യാനോ അവരിൽ എന്താ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ അവരുടെ കസ്റ്റമറും സപ്ലയറും ബാക്കിയുള്ളവരൊക്കെ ഇത് മാറ്റം വരുത്തി അങ്ങനെ നമ്മളെ കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോകണം, നമ്മൾ അറിയില്ല എന്നുള്ളതാണ്. ഇതാണ് ഇന്ന് നമ്മൾ ഓണ്ടർപ്രണേഴ്സും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കി. അത് തന്നെയാണ് ഒരു പരാജയത്തിൽ അവസാനമായിട്ട് പോയി എത്തിച്ചേരുന്നത്. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മളെ ലൈഫായാലും ഓണ്ടർപ്രണർഷിപ്പ് ആയാലും നമ്മൾ ജിമ്മിലെ ത്രെഡ്മില്ലിൽ കയറി മാറിയാണ്. അതിന്റെ മുകളിൽ കയറി ഓടിക്കൊള്ളണം, അല്ലെങ്കിൽ മൂക്കുത്തി പോകും. അതേമാതിരി ബിസിനസിന്റെ മുകളിൽ കയറിയാൽ അത് അപ്ഡേറ്റ് ചെയ്തോളണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് വെറുതെ പറ്റൂല, അത് അപ്ഡേറ്റ് ചെയ്തോളണം. അല്ലെങ്കിൽ സാധനം അടിക്കും. ഒരിക്കലും ബിസിനസ് ഇങ്ങനെ ലെവലിലേക്കൂല. ഒന്നുകിലും മേലക്കോ അല്ലെങ്കിൽ അടിക്കും. അടിക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. മേലക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും എനിക്ക് തോന്നുന്നത് ആ ബിസിനസ്സിലൂടെ ഇമ്മീഡിയറ്റ്ലി അതിനനുസരിച്ച് ഇയാൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ വാനിശം, ഇയാൾ കാലിലടി മണ്ണ്. ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള ഈ ചെറുകിട ഏറ്റവും വലിയൊരു ഇതിന്റെ ഒരു ഇത് വെച്ചാല് 10 ലക്ഷം കേരളത്തിന് കാണിക്കും. 10 ലക്ഷം ഓണ്ടർപ്രണേഴ്സ് ആണ് കേരളത്തിൽ റെക്കോർഡുകളായിട്ടുള്ളത്. 20 ലക്ഷം ആളുകൾ ഇവിടെ ഏറ്റവും വാല്യൂഡ് പോയിന്റ് ആട്ടത്. 20 ലക്ഷം ഓണ്ടർപ്രണേഴ്സ് ഉണ്ടെന്നാണ് കണക്ക്. ഒരു സ്ഥാപനത്തിലെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അയാളും അയാളെ വൈഫ് 2 കുട്ടികളും എടുക്കാൻ വിചാരിച്ചത്. അപ്പൊ 80 ലക്ഷം ആൾക്കാർ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റാഫുള്ള സ്ഥാപനം. നമുക്ക് ആവറേജ് ഒരു 3 സ്റ്റാഫിനെ കൂട്ടാം ഒരു സ്ഥാപനത്തിൽ. ഓക്കെ, അപ്പൊ വീണ്ടും 60 ലക്ഷം ആൾക്കാർ അതിന് ഡിപ്പെൻഡ്. അപ്പൊ 80, 60, 140. ഈ പറയുന്ന സ്ഥാപനത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഓട്ടോറിക്ഷക്കാരോ അല്ലെങ്കിൽ കയറ്റിറക്ക തൊഴിലാളികളോ അതുമാതിരി വെട്ടിക്കൂലികളോ വീണ്ടും ഒരു 3 ആളെയും കൂടി കൂട്ടിക്കൂടി. അപ്പൊ 60 ലക്ഷം വീണ്ടും എത്രയായി? അപ്പൊ 140, 60, 2 കോടി ആളുകൾ. അത് കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 60% ആളുകൾ ഈ പറയുന്ന ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതിവിടെ വരുന്ന 4-4.5% വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും 0.5% വരുന്ന പൊളിറ്റീഷ്യൻസുമായ 5% ആൾക്കാരാണ് ഈ പറയുന്ന 60% ആളുകളുടെ കാര്യത്തിൽ ഇടപെട്ടുകയാണ് നിൽക്കുന്നത്. ഏറ്റവും വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല ഇവരെ. എന്നാലും ഈ പറയുന്ന ഓണ്ടർപ്രണേഴ്സ് ആണ് ഒരു വർഷം 7,000 കോടി 8,000 കോടി GST
കളക്ട് ചെയ്ത് സർക്കാരിന് കൊടുത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ തീറ്റിപ്പോരുന്നത്. ഈ പറയുന്ന 5% ആൾക്കാരെ പ്രധാനമായിട്ട് തീറ്റിപ്പോരുന്നത്. ഈ 60% വരുന്ന ചെറുകിട അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലോ അല്ലെങ്കിൽ അതിന് പറ്റാവുന്ന സിസ്റ്റത്തിലോ നമ്മൾ എത്തിയിട്ടില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. കാരണം എത്രയായാലും അതിന് എത്ര എന്തൊക്കെ പറഞ്ഞാലും ഈ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ടപ്പിന്റെ മുകളിലേക്കാണ് പോകാം. സ്റ്റാർട്ടപ്പിന്റെ മുകളിലേക്ക് റിസൾട്ട് ഞാൻ നേരത്തെ 5% ഉള്ളൂ. അപ്പം അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത് പഠനം നടത്തേണ്ട ഒരു സ്ഥാനമാണ്. പക്ഷെ ഇതൊരു റിയാലിറ്റിയാണ്, ഒരു യാഥാർത്ഥ്യമാണ്, ഒരു ദുഃഖ സത്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ നാട്ടിൽ പഴയ ബ്രിട്ടീഷുകാരുണ്ടായ കരിക്കുലം ആയതുകൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ജോലി ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ജോലി കിട്ടലാണ് ഏറ്റവും വലിയ സംഭവം തെറ്റിദ്ധരിച്ചതുകൊണ്ടും ഉണ്ടായ. ഇപ്പൊ പറയാം 10, 20, 25 വർഷമൊക്കെ പഠിച്ചിട്ട് നമ്മൾ 20,000 രൂപ ജോലിക്ക് വേണ്ടി പഠിച്ചെന്ന് പറയാം. അല്ല, അതെ, അത്രേ ഉള്ളൂ. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുള്ളത്. അത് ഒരു പ്രവർത്തനം മാറ്റാനൊന്നും കഴിയില്ല. പക്ഷെ നമുക്ക് മാറി ചിന്തിക്കാലോ. കാരണം ഇപ്പൊ ഗ്ലോബലി അല്ലേ, നമ്മുടെ വിരൽത്തുമ്പിൽ ലോകം ഉണ്ടല്ലോ. ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ സിറ്റുവേഷൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ ഓൾറെഡി ഒരു ബിസിനസ് തുടങ്ങി അതിന്റെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വളരെ ദയനീയമായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ. അത്തരം ആളുകൾക്ക് എന്താണ് ഉപദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്? നമ്മുടെ നാട്ടിലുള്ള കേസാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ, നാട്ടിലിപ്പോൾ നമ്മൾ സാധാരണ പറയും ഉടായ്പ് ഏർപ്പാട് ബിസിനസ്. അങ്ങനെ ഉടായ്പ് ഇൻ ദ സെൻസ് എൻ്റെ നെഗറ്റീവ് വശമല്ല എടുത്തത്. അതായത് നമ്മൾ ഈസി മണി എന്നൊക്കെ പറയും. നമ്മൾ അത്ര തന്നെ അധ്വാനിക്കാതെ അതിലും കൂടുതൽ പൈസ കിട്ടുന്ന സാധനത്തിനാണ് ഞാൻ ഉടായ്പ എന്ന് ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ ഒരു ബ്രോക്കറായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഉണ്ടാവില്ല ചെറിയ ഈ ഈസി മണി എന്ന് പറയും. നമ്മൾ എടുക്കുന്ന എഫേർട്ടിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുന്ന ഒരു സാധനത്തിന് നമ്മൾ ഉടായ്പ ഉദ്ദേശിച്ചത്. ആ സാധനം ഇപ്പോൾ കുറഞ്ഞു വന്നു. ഇപ്പോൾ ഹാർഡ് മണി ഉള്ളൂ, നല്ല പണിത്തര പൈസ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സാധനം ഉടായ്പാണ്. രണ്ടാമത്തെ ഏർപ്പാടാണ്. ഏർപ്പാട് എന്ന് പറഞ്ഞ സാധനം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം ഭംഗിയായി നടക്കുകയും നമ്മൾ എപ്പോൾ ഏർപ്പെടൽ നിർത്തിയോ അപ്പോൾ ആ സാധനം നിൽക്കുകയും ചെയ്യുന്നതാണ് ഏർപ്പാട്. നമ്മുടെ നാട്ടിൽ വലിയൊരു ശതമാനം ആൾക്കാർ ഏർപ്പാടാണ് ചെയ്യുന്നത്. ഏർപ്പാടിന്റെ ബിസിനസ്സാണ് തെറ്റിദ്ധരിച്ചൊക്കെയാണ്. ഓക്കെ, ഈ ഏർപ്പാടില് സിസ്റ്റവും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന സംവിധാനം വരുമ്പോൾ മാത്രമാണ് അത് ബിസിനസ്സായി മാറുള്ളൂ, അല്ലേ? അപ്പൊ അതെന്ത് ചെയ്യണം? നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വ്യവസ്ഥാപിതമായിട്ട് കൊണ്ടുവന്നാൽ മാത്രമാണ് ഏർപ്പാട് ബിസിനസ് ആവുള്ളൂ. ഇതാണ് ഒന്നാമത്തെ എന്റെ ബേസിക്സ് ആണ്. നമ്മൾ പലപ്പോഴും ഏർപ്പാടിലാണ്, നമ്മൾ ഈ സെൽഫ് എംപ്ലോയ്മെന്റിലാണ്, നമ്മളത് ബിസിനസ് ആണെന്ന് പറയാനുള്ളൂ. അപ്പൊ ഒന്ന് ഏർപ്പാടിന് ബിസിനസ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോഴാണ് അതിന് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കൊരു മെഷർ ചെയ്യാത്ത ഒരു സാധനം, അളക്കാൻ പറ്റാത്ത ഒരു സാധനം വളർത്താൻ കഴിയില്ല. അളക്കാൻ പറ്റാത്ത ഒരു സാധനം വളർത്താൻ കഴിയില്ലല്ലോ. കഴിയോ? നിങ്ങൾ ആദ്യം 60 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ 70 കിലോ ആയി. മെഷർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അന്ന് നമ്മൾ ഇത്ര തടി ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്ര തടി ഇല്ല. എന്തായാലും അളക്കാൻ പറ്റാത്ത ഒരു സാധനത്തിനെ വളർത്താൻ കഴിയില്ല. പറ്റുമോ? ഇല്ല. അപ്പോ ഈ ഏർപ്പാടിന് ബിസിനസ് ആക്കിയാൽ മാത്രമാണ് എന്തെങ്കിലും സർവീസോ പ്രൊഡക്റ്റോ എന്താവട്ടെ. ഇതാണ് ഒന്നാമത്തെ ഒരു കേസിൽ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയും ബിസിനസ് ടോക്ക്, ബിസിനസ് ക്ലാസ്, പിന്നെ ട്രെയിനിങ്, മോട്ടിവേഷൻ, ഇതൊക്കെ ഞാനൊരു 300-ലധികം പിന്നെ സെമിനാറുകളോ ട്രെയിനിങ്ങോ ഒക്കെ എനിക്ക് ഫീൽ ചെയ്തൊരു സാധനം ബിസിനസ് പറയേണ്ട സാധനമല്ല. ബിസിനസ് ടോക്ക് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് ബിസിനസ് പറയേണ്ടതല്ല, ബിസിനസ് ചെയ്യേണ്ട സാധനമാണ്. നമ്മൾ പണ്ടത്തെ ഓൺലൈനിലൂടെ നീന്തൽ പഠിച്ചാൽ അങ്ങനെ ഉണ്ടാവും, ഓൺലൈനിലൂടെ ഡ്രൈവിങ് പഠിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഇത് ഇത് ചെയ്യേണ്ട സാധനമാണ്. പക്ഷെ അത് നമുക്ക് ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുമ്പോഴുള്ള സംശയങ്ങൾ ചോദിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഓൺലൈൻ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. കാരണം ഇത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിലാണ് ചെയ്യുക. നിങ്ങൾ ഒരേ ബിസിനസ് 4 ആൾ ചെയ്യുന്നത് 4 സ്റ്റൈലിലേക്കാണ്. അതാണ് ഓരോ ബിസിനസ് മോഡല്. അതാണല്ലോ ഓരോ ബിസിനസ് മോഡല്. ഇപ്പൊ നമുക്ക് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഹോട്ടലും എടുക്കുക, എക്സാമ്പിൾ റെസ്റ്റോറൻറ്റ്, എല്ലായിടത്തും വിൽക്കുന്നത് ഈ പറയുന്ന ബീഫും ചിക്കനും ഫിഷും പച്ചക്കറിയും അരിയും മൈദയും ഡാൽഡയൊക്കെ ഇതിനെയാണല്ലോ, അല്ലേ? എല്ലാ സ്ഥലത്തും ഉള്ളത്. എന്നാൽ ഓരോ ഹോട്ടലിലും ഓരോ പ്രൈസാണ്, ഓരോ ടേസ്റ്റാണ്, ഓരോ സ്റ്റൈലാണ്, അല്ലേ? ഓരോ വിവിധ ഭക്ഷണങ്ങൾ ഒക്കെ വേറെ വേറെ അല്ലേ? എല്ലാവരും വാങ്ങുന്ന റോ മെറ്റീരിയൽ ഒന്നാണല്ലോ. അവിടുത്തെ മോഡല് വേറെയാണ്, സ്റ്റൈല് വേറെയാണ്. അതാണ് അവിടുത്തെ കൾച്ചർ. എന്നതുപോലെ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്.
അത് അയാൾ ആ ഓണ്ടർപ്രണർ അല്ലെങ്കിൽ പ്രൊമോട്ടറുടെ മൈൻഡിലുള്ള ആ പ്ലാൻ അനുസരിച്ച് വാല്യൂ ഒക്കെ അനുസരിച്ച് അയാളുടെ വിഷനും പർപ്പസിനൊക്കെ അനുസരിച്ചാണ് ഈ സാധനം വരിക. അത് തീർച്ചയായിട്ടും ഒരു യൂണീക്ക് ആയിട്ട് മാറും. അത് അറിയാത്ത മറ്റവനെ കോപ്പി അടിക്കും. കാരണം അവിടുത്തെ നമ്മൾ കാണുന്നത് അവിടെ നടക്കുന്ന തിരക്ക് മാത്രമേ ഉള്ളൂ. അതിന്റെ പിന്നിലെ നമ്മൾ സാധാരണ പറയല്ലേ കൊമ്പരന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് സാധനം. തീർച്ചയായിട്ടും നാസർക്ക് ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും എന്താണ് നമ്മളെ കാൻബ്രിഡ്ജ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കണം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ഞാൻ ഒരു ഈ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലായത്, അത് ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മളെ മെയിനായിട്ട് നമ്മളെ ഒരു പർപ്പസ് ഡിഗിങ്, ഒരു പരിപാടി, നമ്മളൊരു പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ പർപ്പസ് ഡിഗിങ്, നമ്മൾ ആരാണ്, നമ്മളെ വാല്യൂസ് എന്താണ്, അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ഇനി നമ്മളെ ഒരു കാര്യം ക്ലിയർ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിലേക്കുള്ള എല്ലാ ജേണിയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. നമ്മൾ ആ ഗോൾ നേടുക എന്നുള്ളതിന് അതിന് നമ്മൾ സ്ട്രാറ്റജിക്കൽ പ്ലാൻ അല്ലെങ്കിൽ പിന്നെ റിവേഴ്സ് ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ റോഡ് മാപ്പ് എന്ന് പറയും. അങ്ങോട്ട് അതുവരെയുള്ള ഡ്രീം ടു റിയാലിറ്റി, ആ പ്ലാന് ഇങ്ങനെ നമ്മൾ 1 2 3 ഡ്രീം ടു റിയാലിറ്റി, റിയാലിറ്റി ടു ഡ്രീം, ആ ഒരു ജേണി, ആ ഒരു റോഡ് മാപ്പ് എന്ന് പറയും. ആ റോഡ് മാപ്പ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ബാക്ക് തിരിഞ്ഞു നോക്കും. ശരിക്കും തന്നെയാണ് വന്നത്. അടുത്ത ഇതിലേറെ സ്പീഡ് കൂട്ടണ്ടേ? അത് ശരിക്കും ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിലായിട്ടുള്ള ഗ്രോത്ത് എങ്ങനെ പോകണം. അവിടെയാണ് നമ്മൾ ഷോർട്ട് ടൈം ഗോളുകളും ബാക്കിയുള്ള ഗോളൊക്കെ സെറ്റ് ചെയ്ത് ആ ജേണി എൻജോയ് ചെയ്തുകൊണ്ട് പോകണം. ഒരു പ്രോസസ്സാണ് ഏതൊരു ബിസിനസ്. അപ്പൊ മാത്രമേ നമുക്ക് അതിൽ സക്സസ് ഉണ്ടാവുള്ളൂ, നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. അല്ലെങ്കിൽ നമ്മൾ അതിൽ സ്റ്റക്കായി പോകും. തീർച്ചയായിട്ടും ഇതാണ് അതിലേക്ക് കൊടുക്കുന്ന ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ അതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ഗ്രൂപ്പ് ഓഫ് നമ്മളെ ഹാൻഡ് ഹോൾഡ് ചെയ്യും. അവരെ നമ്മൾ സൊല്യൂഷൻ കൊടുക്കില്ല, ഹാൻഡ് ഹോൾഡ് ചെയ്യും. അതായത് അവരെ കൂടെ നിന്ന് കൈ പിടിച്ച് സഹായിക്കും. ഒരു 6 മാസം, ഒരു കൊല്ലം അവരുടെ വിവിധതരം പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, അവർക്ക് വേണ്ട ബാക്കപ്പുകൾ കൊടുത്തിട്ട് ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം നമുക്ക് വേണ്ട എല്ലാ ഒരു ബിസിനസിനും വേണ്ട എല്ലാ എക്കോസിസ്റ്റവും നമ്മൾ കൊടുക്കും. അയാളുടെ നഴ്സറിയിൽ ഒരു പ്ലാന്റ് വർക്ക് ചെയ്ത് പോകാൻ അവരെ ഒരു ഇതിലേക്ക്. അതേപോലെ അയാളിപ്പോ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് അയാൾക്ക് എവിടേക്കാണോ പോകേണ്ടത്, അതിന് അയാളുടെ കപ്പാസിറ്റി എന്താണ്, അതിനനുസരിച്ച് അയാൾക്ക് കൊടുക്കാൻ. അതെല്ലാം അയാൾക്ക് തന്നെ വ്യക്തമാക്കി കൊടുത്ത് അയാളിൽ നിന്ന് ഡിഗ് ചെയ്തെടുത്ത് അയാൾ തന്നെ എടുക്കുക. അയാൾ ആ ബഫേ പോലെ അയാൾക്ക് ആവശ്യം എടുത്തിട്ട് പിന്നെ നമ്മൾ സഹായിച്ചു കൊടുക്കും. അപ്പൊ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങളുടെ സാധനം ചെയ്യാൻ തുടങ്ങി, ഇനി എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോ അങ്ങനെ ചെയ്തു പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണല്ലോ. തീർച്ചയായിട്ടും മറ്റു പുറത്തുനിന്ന് ഒരാൾ വന്ന് എത്ര കാലം ചെയ്തു കൊടുക്കും? അയാൾ ചെയ്തു കൊടുക്കുമ്പോൾ അയാളിൽ നിന്ന് പരിപാടി നിൽക്കൂലേ? ഓക്കെ, ഇപ്പൊ എത്ര വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമുക്ക് ആൾക്കാർക്ക് ഇപ്പൊ ഉള്ളത്. കറന്റ്ലി ഉള്ളത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സിക്യൂട്ടീവ് MBA പ്രോഗ്രാം, റെസിഡൻഷ്യൽ പ്രോഗ്രാം 4 month പ്രോഗ്രാം ആണ്. മറ്റേത് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ 3 പ്രൊജക്റ്റും കൂടി വരുന്നുണ്ട്. ഒന്ന് നമ്മൾ ജൂനിയർ സ്മാർട്ട് CEO എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സാധനം, ഈ 18 വയസ്സിന് 25 വയസ്സാണ്. അങ്ങനെ ഇവിടെ ഉള്ള ഒരു ഏറ്റവും വലിയൊരു വിഷയം ജൂനിയർ സ്മാർട്ട് CEO ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുറെ ആൾക്കാർ എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു. കേരളത്തിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഈ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയും പാഷനും അല്ലെങ്കിൽ അവരുടെ അതൊന്നും പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരോ സ്ഥാപനങ്ങളോ പലപ്പോഴും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. കാരണം ഈ കുട്ടികൾ ആ വിദ്യാഭ്യാസത്തിന്റെ മുകളിലാണ്. അപ്പൊ അവരുടെ പാഷനോ അവരുടെ ഗോളോ അവരുടെ ഡ്രീമോ റിയാലിറ്റിക്ക് എത്താനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജൂനിയർ സ്മാർട്ട് CEO എന്ന് പറഞ്ഞ സാധനം. കാരണം ഈ കുട്ടികൾ പല കുട്ടികളും എന്തില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരാളെ അണ്ടറിൽ ജോലി ചെയ്യാറില്ല. അവർക്ക് സിലിക്കൺ വാലിയിലൊക്കെ പോലെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് എടുക്കുക, അത് 2 മാസം കൊണ്ട് ചെയ്യുക, അതിന്റെ പേയ്മെന്റ് കിട്ടുക, അവർ 2 മാസം ചില്ലടിച്ച് നടക്കുക, അത് കഴിഞ്ഞ് പൈസ കഴിയുമ്പോൾ അടുത്ത പ്രോജക്റ്റ് എടുക്കുക. ഇതാണ് അവരുടെ ആഗ്രഹം. കുട്ടി അങ്ങനത്തെ അതും കൂടി വേണ്ടി ജൂനിയർ സ്മാർട്ട് CEO എന്നുള്ള കോൺസെപ്റ്റ് അവര് ആ കറക്റ്റ് പിന്നെ ഫ്രം ദ റിയാലിറ്റി ടു ഡ്രീം ഇപ്പൊ നിൽക്കുന്ന ഡ്രീമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കോൺസെപ്റ്റാണ് ജൂനിയർ സ്മാർട്ട് CEO. ഓക്കെ, അത് കേരളത്തിലെ വലിയൊരു സാധനം. ഓക്കെ, പിന്നെ അതുപോലെ ഇതിൽ ഇപ്പോ AI-നോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ബിസിനസ്. അത് ഞാൻ അടുത്ത് പറയാം. അതായത് അപ്പൊ ഒന്ന് നമ്മൾ ഇപ്പൊ സ്മാർട്ട് CEO പ്രീമിയം എന്ന സാധനം പറ്റി. ഇനി ഇതിന്റെ 2 ചെറിയ വേർഷൻ കൂടി. ഒന്ന് ക്യാമ്പസ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഇത്ര തന്നെ പേയ്മെന്റ് കൊടുക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് നമ്മൾ MBA കോളേജുകളിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു 2 മാസം കൊണ്ട് തീരാവുന്ന രൂപത്തിൽ 200 മണിക്കൂറിൽ സാധനമുണ്ട്. പിന്നെ അതിന് ചെറിയൊരു സാധനം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ 2 കാര്യങ്ങളാണ് ബിസിനസ്സിൽ വേണ്ടതെന്നാണ് ഞാൻ എൻ്റെ കഴിഞ്ഞൊരു 10 കൊല്ലത്തെ പഠനത്തിൽ മനസ്സിലാക്കി. 2 കാര്യങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കണം. ഞാനതിന് കിഡ്നി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയാം. ഒരു കിഡ്നി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ കിഡ്നി ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ഡ്യുവൽ ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എന്താ നമ്മൾ പറയാ ഫിൽറ്ററിങ്, ബ്ലഡ് ഫിൽറ്റർ ചെയ്യുക. രണ്ടാമത്തെ റിമൂവ് ദ വേസ്റ്റ്. ഈ 2 സാധനങ്ങൾ നടക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇത്ര അധികം ഇവിടെ ഈ ഡയാലിസിസ് സെന്ററും കാര്യങ്ങളൊക്കെ വന്നു ആണല്ലോ, നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നതുപോലെ തന്നെ ബിസിനസ്സിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ബിസിനസ് മോഡൽ അപ്ഡേറ്റ്, കാലഘട്ടത്തിനനുസരിച്ച് ഫിൽറ്റർ ഔട്ട്ഡേറ്റ് ആയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങളാക്കിയിട്ട് നമ്മൾ കൊണ്ടുവരിക. അതായത് ബിസിനസ് അപ്ഡേറ്റ് ചെയ്യുക.
രണ്ടാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. നമ്മൾ ഇന്നലെ എടുത്തൊരു തീരുമാനത്തിന്റെ റിസൾട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഗുണമായാലും ദോഷമായാലും ബിസിനസ്സിൽ എന്നും തീരുമാനം എടുക്കണം. അപ്പോൾ ഇനി ഒരു തീരുമാനം പാളിപ്പോയാൽ നമ്മൾ വലിയ വില നൽകേണ്ടി വരും. അപ്പോൾ ഇനി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മളടുത്ത് 10-50 എക്സ്പേർട്ട് നമ്മളെ വിളിപ്പാടകളുണ്ടാകുക. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാത്തോടത്തോളം കാലം വരും കാലങ്ങളിൽ നമുക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. ഇതാണ് കേരളത്തിൽ കാംബ്രിഡ്ജ് അക്കാഡമി ചെയ്യുന്നത്. കാംബ്രിഡ്ജ് അക്കാഡമി മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോൾ. ഓക്കെ. കാരണം അതിന് വേണ്ടത് ഒരു 100 എക്സ്പേർട്ടാണ് വേണ്ടത്. പിന്നെ ഇവരുടെ സാധനത്തിന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ടെക്നോളജി അത് നമ്മൾ എന്താ ചെയ്യണം. ഇപ്പം എൻ്റെ നമ്മളെ ഏറ്റവും ചെറിയൊരു പ്രൊഡക്റ്റ് 2 ദിവസം 48 മണിക്കൂറുള്ള അപ്ഡേറ്റ് മീ എന്ന് പറയും. അപ്ഡേറ്റ് മീ CEO നമ്മൾ പറയുന്നത് പിന്നെ റീഡിഫൈൻ യുവർ ബിസിനസ് മോഡൽ വിത്ത് ടെക്നോളജി AI. ഇങ്ങനെയുള്ള ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച രാത്രി നിന്ന് ഞായറാഴ്ച തിരിച്ചു പോരുന്ന രൂപത്തിൽ ഈ AI വെച്ചുകൊണ്ട് ഓരോ ബിസിനസ്സിനെ വർത്തമാനകാലത്തിന് സെറ്റ് ആക്കുന്ന ഒരു പുതിയൊരു പ്രൊജക്റ്റും കൂടി നമ്മൾ കണ്ണൂരാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ണൂരും കൊച്ചിയിലാണ് വരുന്നത്. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി പുതിയ പ്രൊഡക്റ്റ് വരുന്നത്. ഓക്കെ. ഇപ്പൊ ഇത്ര 3 പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 4 പ്രൊഡക്റ്റ്. 4ാമത്തെ പ്രൊഡക്റ്റ് ഏതാണ്? ഒന്ന് ജൂനിയർ സ്മാർട്ട് CEO കൂടി ഉണ്ടായതുകൊണ്ട്. ഒന്ന് നമ്മള് പിന്നെ സ്മാർട്ട് CEO പ്രീമിയം, രണ്ടാമത് ജൂനിയർ സ്മാർട്ട് CEO, മൂന്നാമത്തതാണ് ക്യാമ്പസ് എഡിഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഇവിടെ MBA കോളേജ്. 4ാമത്താണ് ഈ AI വെച്ചിട്ടുള്ള. പിന്നെ നമ്മളെ മെന്റർഷിപ്പ് ക്ലബ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഗ്ലോബൽ സാധനം ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളതിന്റെ കൂടെ ഒരുപാട് വാല്യൂ ആഡഡ് സർവീസ് ഉണ്ടാവും. നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ ഒരു ബിസിനസ്സുകാരൻ ഇന്ന് പ്രയാസപ്പെടുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നം നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ. അതായത് ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയും. പല ആളുകളുടെയും പ്രശ്നം പറയാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ അയാൾ വേറെ എന്തെങ്കിലും പൈസ വാങ്ങിച്ചിട്ട് ലാഭം കൊടുക്കാൻ കഴിയുണ്ടാവില്ല, മുതലും കൊടുക്കാൻ കഴിയുണ്ടാവില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും സെയിൽ ടാക്സിൽ ഇഷ്യൂ, വേറെ എന്തെങ്കിലും ബാങ്കിലെ പ്രശ്നം, വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നത്തിനും നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ നമ്മളത്തെ എക്സ്പേർട്സ് ഉണ്ട്. കോൺഫിഡൻസ് അല്ല നമ്മളിത് ഉള്ളത്. ഇപ്പോൾ DYSP അല്ലെങ്കിൽ റിട്ടയർഡ് ബാങ്ക് മാനേജർ, അതല്ലെങ്കിൽ നമ്മൾ ആളുണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിന് ആവശ്യമുള്ളത് ചെയ്താൽ മതി. ഓക്കെ. തീർച്ചയായിട്ടും നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ ഒരുപാട് ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് അതൊരു പരിഹാരം അവർക്ക് ഇതുകൊണ്ടൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് നമ്പർ നമ്മളിവിടെ അവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അവര് നസർഖാനെ ബന്ധപ്പെടും. തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.